ഈ കൃപാസനം സാക്ഷ്യം പറയുന്ന സന്നിധിയിൽ എന്നെ എത്തിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷ്ലി. ഞാൻ കദളിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ 3 2023 ഞാൻ മെഡിസിൻ പുറത്താണ് പഠിച്ചത്. അർമേനിയ എന്ന് പറയുന്ന രാജ്യത്താണ് മെഡിസിൻ പൂർത്തിയാക്കിയത്, MBBS പാസ്സായത്. അപ്പം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു. എക്സാമിൻ്റെ സമയത്ത് നല്ല ടഫായിരുന്നു. അവിടുത്തെ എക്സാം എന്ന് പറയുന്നത് ഓറൽ, റിട്ടൺ, പ്രാക്ടിക്കൽ, ഓസ്കി, ഈ 3 പാർട്ടുകളുണ്ട്. അപ്പം ഓറൽ എക്സാം എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം സാറന്മാരും ഒക്കെ ഒരു ജഡ്ജ് പാനൽ പോലെ 3 സാറന്മാർ ഇരിക്കും ഒരു വലിയ ഹാളിൽ. നമ്മൾ മൈക്കിൽ കൂടെ പറയണം. അന്നേരത്തേക്കും എനിക്ക് പൊതുവേ നല്ല രീതിയിൽ ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അപ്പം ടെൻഷൻ വന്നാൽ ഒന്നും വായിന്ന് പുറത്തേക്ക് വരത്തില്ല. ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഓറൽ എക്സാമിന് നല്ല പേടിയായിരുന്നു. അപ്പം എൻ്റെ മമ്മിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ എക്സാമിന് തൊട്ട് മുൻപായിട്ടായിരുന്നു മമ്മി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ ഞാൻ അതിനു മുന്നേ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തേനും കാശിരൂപവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ തേൻ കഴിക്കുമായിരുന്നു. അതുപോലെ കാശിരൂപം ഉപയോഗിക്കുകയും കൊന്ത ചൊല്ലുകയും മാക്സിമം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മാതാവിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് കൊന്ത ചൊല്ലുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ധൈര്യം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിലില്ല. അപ്പം അതുപോലെ കൂടെയുള്ള നമ്മളെക്കായും വളരെ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഫസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയുന്ന കൊച്ചുങ്ങളൊക്കെ എക്സാം പാസ്സാവാൻ പറ്റാതെ വന്നപ്പോൾ നമ്മുടെ അത്രയും കൂടെ ഉണ്ടായിരുന്ന ധൈര്യം കൂടെ ചോർന്നു പോവാണല്ലോ. ആ ഒരു രീതിക്ക് 0 ധൈര്യത്തിൽ ഞാനവിടെ പോയി നിന്ന് ഏറ്റവും ആദ്യത്തെ എക്സാമിന് ഞാനവിടെ ചെന്ന് സ്റ്റക്കായിപ്പോയി. അന്നേരത്തേക്കും അവിടുത്തെ ടീച്ചേഴ്സ് സാധാരണ നല്ല സ്ട്രിക്റ്റാണ്. ടീച്ചേഴ്സ് അനുകമ്പ തോന്നിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ച് എന്നിൽ നിന്ന് ആൻസർ എടുക്കുമായിരുന്നു. അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ പാസ്സാവാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറേ എക്സാംസ് പാസ്സാവാൻ പറ്റി. അതും വളരെ വലിയൊരു കാര്യമായിരുന്നു. ഇപ്പം പറയുമ്പം പലതും ഓർക്കുന്നില്ലെങ്കിൽ ആ സമയം വളരെ സംഘർഷഭരിതമായിരുന്നു. അതുപോലെ മമ്മിയായിരുന്നു ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഉടമ്പടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമായിരുന്നു. എനിക്ക് 2-3 പേരോട് കുറച്ച് മനസ്സിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അങ്ങോട്ട് ചെന്ന് ഞാൻ അവരോട് മിണ്ടി എന്താ പറയുക, ഒരു മാനസാന്തരം, ചെറിയ രീതിയിൽ മാനസാന്തരം എന്നുള്ള രീതിയിൽ ഞാൻ ജീവിതത്തിൽ വരുത്താൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 15 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം, ഞാൻ തിരിച്ചു വന്നു ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് എനിക്ക് നല്ല രീതിയിൽ പല്ലുവേദന ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ റൂട്ട് കനാൽ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഒത്തിരി അസഹനീയമായ വേദന വന്നുകൊണ്ടിരുന്നപ്പം റൂട്ട് കനാൽ നമ്മളോട് ചെയ്യാൻ പറയുമെങ്കിലും നമ്മൾ ആ ഡിസിഷൻ ടേക്കിംഗ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് തൈലം തൂത്തതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം തൈലം തൂത്തതേ ഉള്ളൂ. പിറ്റേ ദിവസം അന്ന് കിടന്നുറങ്ങി, പിറ്റേ ദിവസം വേദന ഉണ്ടായിരുന്നില്ല. അതുപോലെ അർമേനിയയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴത്തേനും വെർട്ടിഗോ, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് ഇപ്പോഴും തല ചുറ്റുമായിരുന്നു. അപ്പം എനിക്ക് ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് പോകുമ്പോഴത്തേനും നല്ല രീതിയിൽ തല ചുറ്റുമായിരുന്നു. അപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. ആ സമയവും ഞാൻ ചെവിയുടെ അവിടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു 2 ദിവസം കൂടി പോയി തൈലം തൂത്തിട്ടുണ്ടാവും. അന്നേരത്തേക്കും അതും മാറിക്കിട്ടി. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു, 4 വീലറിനും 2 വീലറിനും. പക്ഷേ വണ്ടി എടുക്കാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. നമുക്ക് പലർക്കും ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ്, പക്ഷേ ഈ പറഞ്ഞ പോലെ റോഡിൽ ഇറക്കാൻ നല്ല പേടിയായിരുന്നു.
അതും മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ച് കഴുത്തിലിട്ടത് മുതൽ ധൈര്യമായിട്ട് വണ്ടി ഇറക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ. ഉടമ്പടി ജീവിതം, ഞാൻ ഉടമ്പടി എടുത്തപ്പം ഈ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയം എനിക്കെപ്പോഴും വല്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. ഈശോ അടുത്ത് വന്നിരിക്കുന്ന പോലെ. നമ്മൾ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈശോ അത് കേൾക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികൾ പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരോടൊക്കെ ഞാൻ അമ്മ മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ട്, അതുപോലെ എളിമപ്പെടാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം നേരത്തെയൊക്കെ ഒരു ചിലപ്പോഴൊക്കെ എങ്കിലും നിരാശ തോന്നാറുണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യാശ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ. എല്ലാത്തിനും അമ്മ മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി. എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആഷ്ലി ആൻഡ് ജോബി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ഇത്രത്തോളം പറയുമെന്ന് ഒട്ടും കരുതിയതല്ല. കാരണം അവിടെ നിന്ന് 2 വാചകം പറഞ്ഞിട്ട് വിറക്കുകയായിരുന്നു. എന്ത് പറയുമെന്ന് കരുതിയാണ് മകളിവിടെ വന്നത്. പക്ഷേ മകളുടെ ഈ സാക്ഷ്യം പറയിക്കുന്നതിനൊരു പ്രധാന കാരണം, മകളത് പറഞ്ഞു, അമ്മയാണ് ഉടമ്പടി എടുത്തത്. അമ്മ നാട്ടിലാണ്. മകൾ മെഡിസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നത് അർമീനിയയിലാണ്. മകൾ വിദേശത്താണ്. അവിടെ ഏറെ ദൂരെയുള്ള നാട്, ഏറെ ക്ലേശമുള്ള പഠനം, പേടി സ്വഭാവം തന്നെയായ ജീവിതം. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ മകൾ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവെച്ചത്, ഞാനവിടെ ഉടമ്പടി ജീവിക്കുകയായിരുന്നു. ഇവിടെ അമ്മയാണ് ഉടമ്പടി എടുത്തതെങ്കിലും അമ്മയെല്ലാം ചെയ്തോട്ടെ, അതുവഴി എനിക്കെല്ലാം കിട്ടും എന്ന മനസ്സല്ല മകൾക്കുള്ളത്. മറിച്ച് മകൾ അമ്മയിൽ നിന്ന് എന്താണ് ഉടമ്പടി ജീവിതമെന്ന് മനസ്സിലാക്കുകയും ആ ഉടമ്പടി താൻ നേരിട്ടെടുത്തിട്ടില്ലെങ്കിൽ കൂടിയും ആ വിദേശത്ത് തൻ്റെ ക്ലേശമുള്ള പഠന നാളുകളിൽ മകൾ ആ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിതം മുന്നോട്ട് നയിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ ഉടമ്പടി എടുത്തവർ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളിത് അവരെക്കൊണ്ട് ഈ ഉടമ്പടിയിലേക്ക്, ഈ ദൈവബന്ധത്തിലേക്ക്, ഈ അമ്മ മാതാവിലുള്ള ശരണപ്പെടലിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറില്ല. അവർ എങ്ങനെ ജീവിച്ചാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളിതെല്ലാം കുരിശ് ഒറ്റയ്ക്കെടുത്ത് പ്രാർത്ഥിച്ചോളാം, മാതാവ് വീതിച്ച് ഓരോരുത്തർക്ക് തരണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത്തരമുള്ള ഉടമ്പടി ജീവിതത്തിലുള്ളൊരു ഉത്തരമാണ് മകൾ പറയുന്നത്. ഉടമ്പടിയിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉടമ്പടിയിലേക്ക് അവരെ നയിക്കുവാൻ സാധിക്കുക, അല്ലെങ്കിൽ ഉടമ്പടിയെടുത്ത നമ്മളോടൊപ്പം അവരുടെ നിയോഗം, ആ നിയോഗം സമർപ്പിച്ച് അവരും ഉടമ്പടിയിൽ ജീവിക്കുവാൻ സാധിക്കുക. നല്ല കുമ്പസാരത്തിലൂടെ, ദിവ്യബലിയുള്ള പങ്കാളിത്തത്തിലൂടെ, വചന വായനയിലൂടെ, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മളും നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് വേഗത്തിൽ സംവേദിക്കുവാൻ, ഇടപെടുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ഉടമ്പടി കൂടുതൽ ഗുണമുള്ളതായി മാറുക, ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾക്ക് നിലനിൽപ്പും കൈവരിക. മകൾ അതിനെയാണ് ഈ സാക്ഷ്യത്തിൽ പ്രധാനമായും സൂചിപ്പിച്ചത്. അവളുടെ ഏറ്റവും ക്ലേശമുള്ള പരീക്ഷകൾ ജയിച്ചതിനേക്കാൾ ഉപരി അവൾക്ക് ഉടമ്പടി ജീവിക്കുവാൻ ആ നാട്ടിൽ സാധിച്ചുവെന്ന് അവൾ പറയുന്നുണ്ട്. ഓറൽ പരീക്ഷയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊന്നും പറയുവാനില്ല, കാളെ കാണുന്നത് തന്നെ പേടിയാണ്. പിന്നെ അവർ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെക്കൊണ്ട് ഉത്തരങ്ങൾ പറയിപ്പിച്ചെടുക്കുകയായിരുന്നു. പിന്നെ പല വിഷയങ്ങളും എഴുതിയാൽ ജയിച്ചു കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓരോന്നിനും അമ്മ മാതാവിൻ്റെ അദൃശ്യമായ സംരക്ഷണവും ശക്തമായ സാന്നിധ്യവുമാണ് എൻ്റെ പരീക്ഷകളെ എപ്പോഴും എനിക്ക് നേരിടുവാനും വിജയം നേടുവാനും സഹായിച്ചത്. മകൾ മറ്റൊന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. അത് ഞാൻ വചനം വായിക്കുമ്പോൾ
എന്നോട് ഈശോ സംസാരിക്കുന്നത് പോലെ ഈശോയുടെ ഒരു സാമീപ്യം നമ്മൾ അറിഞ്ഞിരുന്നുവെന്നാണ്. അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും വചനം വായിക്കുന്നത് ഒന്നെങ്കിൽ ഇത്ര അധ്യായം ഓടിച്ചു തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സമയം നമ്മൾ വായിച്ചു തീർക്കാൻ വേണ്ടി. രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകാം. പക്ഷേ ജോസഫ് അച്ഛൻ ഉടമ്പടിയിൽ നമ്മളോട് പറയുന്ന ദൈവവചന പാരായണം, അത് പ്രാർത്ഥനാപൂർവം ആ വാക്കും ആ വ്യക്തിയും നമ്മുടെ ജീവിതത്തിനോട് സംസാരിക്കുന്ന വിധത്തിൽ അതിനെ സമീപിക്കുവാൻ വേണ്ടിയാണ്. ആ കൃത്യതയുള്ള വായനയാണ് ഉടമ്പടിയിലല്ലെങ്കിൽ കൂടിയും, ഉടമ്പടി ക്ലാസ്സിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കൂടിയും മകളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ 2-3 കാര്യങ്ങൾ സ്വാഭാവികമായും അവളുടെ അധരത്തിലൂടെ പുറത്തു വന്നതാണ്. എത്ര വിറവരുണ്ടെങ്കിലും അവളെ കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് പറയിക്കാം എന്ന് കരുതിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി സിമ്പിളാണ്. ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നവർക്ക് ഇത് വളരെ ലളിതമായി ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഒന്നും ഭാരപ്പെട്ടതല്ല. ചെയ്യുന്നത് ഓരോന്നും നമുക്ക് തന്നെ ഒരു തൃപ്തി തോന്നും. ഇന്നൊരാൾക്കിന്ന് എന്തെങ്കിലും ചെയ്യാൻ എനിക്കായല്ലോ, ഇന്നൊരു കാര്യം നേരത്തെ എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കായല്ലോ, ഈ ഒരു പ്രശ്നം വന്നപ്പോൾ കലഹിക്കാൻ പോകാതെ ക്ഷമിക്കാൻ എനിക്കായല്ലോ. ഇങ്ങനെ നമുക്ക് തന്നെ ആന്തരികമായൊരു പരിവർത്തനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടി നമ്മുടെ ഈ നാളുകളിൽ ഏറ്റവും നന്നായി ഉപകരിക്കുന്ന ഒരു ജീവിതക്രമം അത് ഉടമ്പടിയുടേതാണ്. ആ ഉടമ്പടി ജീവിതത്തെയാണ് മകൾ ഈ എൽത്താരയിൽ പരിചയപ്പെടുത്തിയത്. മകൾക്ക് ലഭിച്ച ഓരോ രോഗസൗഖ്യങ്ങളെയും അതിനോടൊപ്പം ചേർത്ത് പറയുകയും ചെയ്തു. നമുക്ക് ഉടമ്പടി ഗുണകരമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമുക്ക് ഉടമ്പടി നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ബലമാക്കി മാറ്റണം. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഉടമ്പടിയുമായി ഒരു ബന്ധം വരുന്ന വിധത്തിൽ, ദൈവത്തെ തിരിച്ചറിയുന്ന വിധത്തിൽ, നല്ല കുമ്പസാരത്തിലേക്ക്, അനുതാപ ജീവിതത്തിലേക്ക്, ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യമുള്ള ജീവിതത്തിലേക്ക് അവരെ കൂടി കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടിക്ക് ചിറകുകൾ വയ്ക്കുന്നത്. അത് ഉടമ്പടി കുറെ കൂടി ഭാരമില്ലാതെ ഉയർന്നു പറക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനാവുക. നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടികളെയും അമ്മ മാതാവ് കൂടുതൽ ബലപ്പെടുത്തട്ടെ. കൂടുതൽ നന്മകളിലേക്ക്, കൂടുതൽ വ്യക്തികളിലേക്ക് ഉടമ്പടിയിലൂടെ കടന്നു ചെല്ലുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഭവത്തിനും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.